ശ്രീജ, ഹിമ, യാത്ര എങ്ങനെ തുടരുന്നു? ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഒരുപാട് യാത്രക്കാർ കയറുന്നുണ്ടോ? ഉറപ്പായും ഇത്രയും നേരം നമുക്കൊരു ചെറിയ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരുടെ ഒക്കെ ഒരു എണ്ണം കുറവുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇതാ വൈഷ്ണയുടെ മുഖത്ത് ചിരി ഒന്ന് നോക്കിക്കേ, കണ്ടോ? വൈഷ്ണ ഫുൾ ഹാപ്പി, ഫുൾ ആൾക്കാരെ കണ്ടപ്പോ നമ്മളും കൂടെ കുറച്ച് ലൈവായി അല്ലേ? അപ്പുറത്തുള്ള ചേച്ചി KSRTC ജോലി ചെയ്യുന്നത്? KSRTC ഞാൻ ചോദിച്ചെടുത്ത് സൈഡിൽ കൂടെ. ചേച്ചി ഒന്നും പറയാനില്ല, സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ടാണോ എന്തോ. ശരി, പക്ഷെ പിറകില് വൈഷ്ണയുടെ സ്വന്തം ആൾക്കാരുണ്ട്. ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? അതിന് കുഴപ്പമില്ല. പിറകില് അങ്ങനെ സ്വന്തം കോളേജിലുള്ള കുട്ടികളുണ്ട്. വൈഷ്ണ സംസാരിച്ചോളൂ, അവരോട് ധൈര്യമായിട്ട് സംസാരിച്ചോളൂ. ഇന്നോട്ട് പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്യാം, ബസ്സിന് ടിക്കറ്റ് എടുക്കണ്ട. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എന്താണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറയാനുള്ളതും കൂടെ കേൾക്കാം. അതെ, ഒരു ദിവസം കൺസെഷൻ ഉൾപ്പെടെ എത്ര രൂപയാവുമായിരുന്നു ഇതുവരെ? ഇല്ല, അങ്ങനെ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കുറച്ച് പൈസയായി. നമ്മള് വെളിയിലോട്ടൊക്കെ പോകണം. ഇവിടെ കോളേജ് അടുത്താണ്, PG അടുത്തായതുകൊണ്ട് അങ്ങനെ വലിയ പൈസ ആയിട്ടില്ല. നടന്നു പോകും, നടന്ന് ഇതൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം സിറ്റി കറങ്ങാൻ. അങ്ങനെ ഞാൻ എങ്ങോട്ട് പോവാറില്ല. ഇനി പോവാം. ഇനിയിപ്പം വീട്ടില് പൈസ ഒന്നും ചോദിക്കണ്ട, ധൈര്യമായിട്ട് ഇറങ്ങി പോരാലോ. സത്യമാണ്. ഇയാൾക്കോ? ഒന്നും പറയാ, എന്തെങ്കിലും ഒന്ന് പറയണം. നമ്മള് പെൺകുട്ടികളല്ലേ സംസാരിക്കണ്ടേ? ഇല്ല, സാധാരണ നിങ്ങൾ ടിക്കറ്റ് എടുക്കൂലേ? എന്ത് തോന്നി ടിക്കറ്റ് എടുക്കാണ്ട് ബസ്സിൽ ഒരു ദിവസം ആദ്യമായിട്ട് ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോരുന്നോ ഞങ്ങളുടെ? നല്ല രസമുണ്ട്. സിറ്റി ഫുള്ള് കറങ്ങാൻ തോന്നുന്നു. കണ്ടോ, സിറ്റി മുഴുവൻ കറങ്ങാൻ തോന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു സൈഡിൽ നിന്ന് കയറുന്നു, എന്നിട്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ ഫുൾ കറങ്ങി കറങ്ങി നമുക്ക് വേണ്ടടുത്ത് ഇറങ്ങാം. അതും സന്തോഷല്ലേ? അതെ. ശരി, നിങ്ങൾ സ്ഥിരമായിട്ട് KSRTC യാത്ര ചെയ്യുന്നവരാണോ? ഇപ്പം ഇങ്ങനൊരു പദ്ധതി സർക്കാർ കൊണ്ടുവരുമ്പോ എന്താ തോന്നണേ? വളരെ സന്തോഷം. ഇങ്ങനെ ഒരു പദ്ധതി കൊടുത്തത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വളരെ സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ചേച്ചിയോ? വളരെ സന്തോഷം. എത്ര കാലമായിട്ട് സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്? 20 വർഷം. 20 വർഷം സൗജന്യമായിട്ട് പോയിരുന്ന എത്ര രൂപ നമ്മൾ സേവ് ചെയ്ത. ഞാനൊന്ന് ഇടപെടുന്നു. നമ്മുടെ ആനവണ്ടി യാത്ര അങ്ങനെ സന്തോഷത്തോടെ തുടരുമ്പോൾ